22-ാം അധ്യായം, the last chapter of the last book of the Bible, the 66th book of the Bible, chapter number 22. പെട്ടെന്ന് നമുക്ക് അതിലേക്ക് പോകാം. ആരാണെന്ന് ആരെങ്കിലും ഒരാളൊന്ന് പ്രാർത്ഥിക്കാമോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് പ്രാർത്ഥിച്ച് ഈ സെഷന് വേണ്ടി. താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കഴിഞ്ഞ 21 അധ്യായങ്ങൾ ഞങ്ങൾ വഴി നടത്തി, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അങ്ങ് വെളിപ്പെടുത്തി തന്നല്ലോ കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കർത്താവെ, ഈ സ്റ്റോറിയുടെ കൺക്ലൂഷനിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല കാര്യങ്ങളും ഇതുവരെ മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ഫാദർ, വി പ്രേ ദാറ്റ് ഇറ്റ് വിൽ മേക്ക് സെൻസ് ഫോർ us ഫാദർ. വി പ്രേ ദാറ്റ് ദ ഫുൾ പിക്ചർ വിൽ ബി ബ്യൂട്ടിഫുൾ ഫാദർ, ആൻഡ് വി ആർ ഓപ്പണിംഗ് our hearts for this Lord Jesus. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Just an introduction to chapter 22. Revelation is pre-written history from God's perspective. History എന്ന് പറഞ്ഞാൽ പാസ്റ്റാണ്, but there is something called future history. Revelation is pre-written future history. വരാനിരിക്കുന്ന ചരിത്രം മുൻകൂട്ടി എഴുതിയാൽ എന്താണ്, അതാണ് വെളിപാട് പുസ്തകം. Isaiah chapter 46 and verse number 10, I make known the end from the beginning, from ancient times what is still to come. വരാനിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി പറയും, അല്ലേ? അവസാനം സംഭവിക്കാനിരിക്കുന്നത് ആദ്യമേ തന്നെ പറയുന്നവനാണ് ഞാൻ. Daniel chapter 2 and verse number 28, there is a God in heaven who reveals mysteries. He has shown King Nebuchadnezzar what will happen in the days to come. വരാനിരിക്കുന്നത് സ്വപ്നത്തിലൂടെ അറിയിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ജാതീയ രാജാവായ നെബൂഖദ്നേസറിന് ബാബിലോണിയ രാജാവിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ ഈ അധ്യായം ലാസ്റ്റ് ചാപ്റ്റർ പറയുന്നതിന് മുമ്പ് there is a disclaimer. I don't claim that this teaching is perfect. I cannot claim, because I am limited in my brain, in my understanding, even in the revelatory knowledge. I am limited. എന്നാൽ we have resorted to the most scriptural, the most logical, and the most sensible approach to the interpretation of the book of Revelation. നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഉള്ളതിൽ പറയാവുന്നതിൽ ഏറ്റവും തിരുവെഴുത്തുകളോട് മൊത്തത്തിലുള്ള ദി എൻറ്റയറിറ്റി ഓഫ് ദ സ്ക്രിപ്ചർ അതിനോട് നിരക്കുന്നതും സെൻസിബിളായിട്ടുള്ള ലോജിക്കായിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. പെർഫെക്റ്റ് എന്നുള്ള ഒരു ക്ലെയിമും നമുക്കില്ല. നമുക്ക് വേണ്ടത് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ വെളിപാടാണ്. ഞാനീ പറയുന്ന പല ഇപ്പം ഞാൻ വിശദീകരിച്ചതെല്ലാം അവിടെ ചെന്ന് നേരിട്ട് കാണുമ്പോൾ ഒത്തില്ലെന്നിരിക്കും. പിന്നെ ആകെ എനിക്കൊരു ആശ്വാസമുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഈ ക്ലാസ് കഴിഞ്ഞ് അവിടെ ചെന്ന് കട്ടൻ കാപ്പി കുടിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇറേസ്ഡായി. മിക്കവാറും എല്ലാവരുടെ തലേന്ന് ഇത് പോയി. എന്തൊക്കെയോ പറഞ്ഞു, വലിയ കുറേ പ്രൊജക്ഷനൊക്കെ ഉണ്ട്, നല്ലതായിരുന്നു. പക്ഷെ എന്താ പറഞ്ഞത്? അല്ല, നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരുവിധം നല്ല ക്ലാസ്സായിരുന്നു. അതല്ലാതെ ഇത് വല്ലതും ആരെങ്കിലും ഓർക്കാൻ പോകുന്നുണ്ടോ? ഇപ്പം ഇത് പുറത്തോട്ടിറങ്ങുമ്പോൾ ഓർക്കില്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് വല്ലതും ഓർക്കുമോ? അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ പിടിച്ച് ചോദ്യം ചെയ്യാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പിലാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് വചനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ you have to spread the news. Wait, ഒന്നും പറയില്ല, ഒന്നും കയ്യൊന്നും അടിക്കണ്ട. I said you have to spread the news, you have to teach, you have to tell others. ഞാൻ പറഞ്ഞല്ലോ, മൊത്തം ക്രിസ്ത്യൻ്റെ അടുത്താൽ 1% ആളുകളൊക്കെ വെളിപാട് പുസ്തകം ശരിക്കും വായിച്ചൊക്കെ പോവും. ആർക്കാ വായിക്കാൻ പറ്റാത്ത പോകുള്ളൂ. ഡീറ്റെയിലായിട്ടും അകത്തോട്ടിറങ്ങി പഠിക്കുന്നവർ വളരെ കുറവാണ്. അതിൽ തന്നെ ഞാൻ പറയാം, ആദ്യത്തെ ഒരു വ്യൂവിൽ തെറ്റുപറ്റിയ പിന്നെ ആ ട്രാക്കിലേ മൊത്തം പോകുള്ളൂ. അതോടെ എല്ലാം പിന്നെ അതിനോട് കൂട്ടി ആ ഫ്രെയിം വർക്കിൽ പോകും, പിന്നെ വേറൊരു ഡയറക്ഷനിലേക്ക് പോകും. പക്ഷെ ദൈവകൃപയാൽ ഒരു ബാലൻസ്ഡ് വ്യൂവിലാണ് നമ്മൾ പോയത്.
അതുകൊണ്ട് കേട്ടവരെല്ലാവരും കേൾക്കുന്നവരും പഠിക്കുന്നവരും ഇതറിയാത്തവരോട് ഇത് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനൊക്കെ വലിയൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ലിങ്കുകൾ അയച്ചു കൊടുക്കണം. ഇതിൻ്റെ ഔട്ട്ലൈൻ ബുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ മറ്റ് ഭാഷകളിലൊക്കെ നാളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലായിടത്തും എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാം കൂടി അതിനു വേണ്ടി എഴുന്നേൽക്കണം. ഇത് പഠിച്ചപ്പോഴെനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇതാണ്, ഈ പുസ്തകമാണ്. കാരണം ഇതാണ് ലാസ്റ്റ് വെളിപ്പാട്. മാത്രമല്ല ഒരു ലേഖനത്തിലോ സുവിശേഷങ്ങളിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത വാഗ്ദത്തങ്ങളും വാർണിങ്സും എല്ലാം ഇതിനകത്ത് കിടക്കുക. മര്യാദക്ക് ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ പ്ലേഗ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ശരിയാക്കി കളയെന്ന് പറഞ്ഞിരിക്കുന്നു. അത്രയ്ക്ക് ദൈവം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇതല്ലേ പഠിപ്പിക്കേണ്ടത്. അതാണ് പഠിപ്പിക്കാത്തത്. അതുകൊണ്ട് ക്ലാസ്സിലേതായാലും നിങ്ങൾ വന്നു പെട്ടു. ഇനി ഇത് നന്നായി പഠിപ്പിച്ചില്ലെങ്കിൽ കുറ്റബോധവും പേറി ജീവിക്കാന്നേ ഉള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ ക്ലാസ് വിജയിച്ചെന്നർത്ഥം. അസ്വസ്ഥമാകണം, എന്നിട്ട് വീണ്ടിരുന്ന് പഠിക്കണം. എന്നോട് ഞാൻ സത്യം പറയാം, ചങ്കിന്ന് തുറന്നു പറയാം, എന്നോട് ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ രാത്രി 1 മിനിറ്റ് പോലും ഞാൻ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ 10-11 മണി വരെ ഞാൻ ഉറങ്ങിയില്ല. ദ ഹോൾ നൈറ്റ് ഞാൻ ദൈവസ്ഥലിരുന്നു. 1 സെക്കൻഡ് ഞാൻ ഉറങ്ങിയില്ല. ജൂലൈയിൽ നടന്ന സംഭവം. ജൂലൈയിൽ ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കണം. സഹകരിക്കും. എത്ര പേർ സഹകരിക്കും? ഒന്നുകൂടെ ആഴത്തിൽ ഞാൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഡീപ്പർ ലെവലിൽ ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് എക്വിപ്ഡായി. എല്ലാവരും ചെയ്യരുത്. അതിനുള്ള പ്രാഗൽഭ്യം വന്നു കഴിയുമ്പോൾ ബുക്കുണ്ട്, ബുക്ക്ലെറ്റുണ്ട്, എല്ലാം ഉണ്ട്, യൂട്യൂബുണ്ട്. അനേകരോട് ഇത് പറയണം. ആരും നശിച്ചു പോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. വളരെ പെട്ടെന്ന് എൻ്റെ ഓവർവ്യൂയിലേക്ക് പോകുക. 22-ൻ്റെ ഞാൻ പറഞ്ഞ സമയത്ത് ഇതൊരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ നിൽക്കില്ല. പക്ഷേ അത്യാവശ്യമുള്ളത് ലാസ്റ്റ് ആയതുകൊണ്ട് പറയേണ്ടതുകൊണ്ട് ഓവർവ്യൂ വായിക്കാം. എൻ്റെ സി സെക്ഷനിൽ നമ്പർ 1 ദ റിവർ ഓഫ് ലൈഫ് ആൻഡ് ദ ട്രീ ഓഫ് ലൈഫ്. ജീവജലവും ജീവവൃക്ഷവും. Number 2, the curse is removed and God's throne is present. ശാപം മാറിപ്പോകുന്നു, ദൈവത്തിന്റെ സിംഹാസനം സ്ഥാപിതമാകുന്നു. ഈ എല്ലാവരും ഒരുമിച്ച് വായിക്കാം കേട്ടോ. ക്ഷമ സിസ്റ്റർ വായിക്കുന്ന സമയത്ത്, ഞാൻ വായിക്കുന്ന സമയത്ത്. ഫൈനൽ വേർഡ്സ് ഓഫ് ദി ഏഞ്ചൽ, ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ. ദൂതന്റെ അവസാന വാക്കുകൾ, വിശ്വസ്തനും സത്യവാനും. John's response and the warning against worshipping angels. യോഹന്നാന്റെ പ്രതികരണവും ദൂതന്മാരെ ആരാധിക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പും. A call to keep the prophecy open and urgent. പ്രവചനം തുറന്നു വെക്കുവാനും തിടുക്കത്തിനുമുള്ള ആഹ്വാനം. Jesus declares his soon return and eternal rewards. യേശു താൻ വേഗം വരുമെന്നും നിത്യപ്രതിഫലത്തെക്കുറിച്ചും പറയുന്നു. Final invitation, warning and benediction. അവസാന ക്ഷണം, മുന്നറിയിപ്പ്, ആശീർവാദം. Over to the overview video. Watch. The river of life and the tree of life, segment number 1, verses 1 and 2. Then the angel showed me the river of the water of life. വായിക്കാം മലയാളത്തിൽ. ജീവജലവും ജീവവൃക്ഷവും 1-2. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെ ഈ കുഞ്ഞാടിനെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു.
എസെക്കിയേലിൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വായിക്കുമ്പോൾ നമ്മളവിടെ ഇതുപോലൊരു നദി പുറപ്പെടുന്നതും ഒഴുകുന്നതും 1000 മുഴം അളക്കുന്നു. ഡീപ്പ്, അതിൻ്റെ ഡെപ്ത് കൂടുന്നു, വീണ്ടും 1000 ഡെപ്ത് കൂടുന്നു, അങ്ങനെ നീന്തിയിട്ടല്ലാതെ. അതിനൊരു പാരലലായ ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4:14 Whoever drinks the water I give them will never thirst. കർത്താവ് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ 2 സൈഡിലായിട്ട് കാണാം ജീവവൃക്ഷം നിൽക്കുന്നു. അപ്പോൾ ജീവവൃക്ഷം സാധാരണ സിംഗുലറായിട്ടാണ് നമ്മൾ ഏതൻ തോട്ടത്തിൽ കാണുന്നത്. പക്ഷേ ഇവിടെ 2 കരയിലെന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഇത് വരാം. അപ്പോൾ സെയിം കൈൻഡ് ഓഫ് ട്രീ ഓൺ ബോത്ത് സൈഡ്സ് yielding 12 different kinds of yields, fruits every month. അപ്പോൾ അവിടെ മാസങ്ങളുടെ കാൽക്കുലേഷനും എന്തൊക്കെയോ ഉണ്ട് അവിടെ. അത് ഏത് കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടറാണോ, മലയാള മാസമാണോ, ഇംഗ്ലീഷ് മാസമാണോ, ഉറുദു മാസമാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ദർ ഈസ് സംതിങ്. ഓക്കെ, ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ട്രീ ഓഫ് ലൈഫ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് 2-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9. 3-ാം അധ്യായത്തിൻ്റെ 24 വരുമ്പോൾ കർത്താവ് ചെയ്തൊരു പരിപാടി ഇതാണ്. ഓൺ ദ ഈസ്റ്റ് സൈഡ് ഓഫ് ദ ഗാർഡൻ ഓഫ് ഈഡൻ, ദാറ്റ് മീൻസ് ഇൻ ഇറാഖ്, ബാബിലോണിയ, ഇറാഖിൽ ഏദൻ തോട്ടത്തിൽ ചെറബിം ആൻഡ് എ ഫ്ലെയിമിംഗ് സ്വോർഡ് ഫ്ലാഷിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് ടു ഗാർഡ് ദ വേ ടു ദി ട്രീ ഓഫ് ലൈഫ്. പാപം ചെയ്ത ശേഷം ജീവവൃക്ഷത്തിലേക്കുള്ള ആക്സസ് തടയാൻ വേണ്ടിയിട്ടൊരു കെരൂബിനെ തിരിയുന്ന വാളോടുകൂടെ നിർത്തി. എന്ന് വെച്ചാൽ ജീവവൃക്ഷത്തിലേക്ക് ഇനി മനുഷ്യവർഗത്തിന് പ്രവേശനമില്ല. ഇതെവിടെ വെച്ച് ക്ലോസായി? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഇതാ ജീവവൃക്ഷത്തിലേക്ക് ഏത് സമയത്തും തൻ്റെ ജനത്തിന് വന്ന് പറിച്ച് തിന്നാനുള്ള എല്ലാ പരിപാടിയും റെഡിയായിരിക്കും. കൈയടിക്കാൻ മറന്നുപോയി. ഇവിടെ അതിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉപയോഗിക്കും. അത് ഒത്തിരി പേരെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ജാതികളുണ്ടോ, രോഗമുണ്ടോ, രോഗശാന്തി ശുശ്രൂഷ അവിടെയുണ്ടോ? ദാറ്റ്സ് നോട്ട് എ മീനിങ്. ജാതികൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റെഡീംഡ് നേഷൻസ്. ജ്യൂസും ജെൻറ്റൈൽസും ഉണ്ടല്ലോ, നമ്മളൊക്കെ ജെൻറ്റൈൽസാണ്. നമ്മളവിടെ എത്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവിടെ പിന്നെ രക്ഷിക്കപ്പെടാത്ത ജാതികൾ, അവിടെയൊക്കെ പുറം ജാതികളൊക്കെ നടക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. രക്ഷിക്കപ്പെട്ട ബാക്കിയെല്ലാം ഇപ്പോൾ എവിടെയാണ്? ലേക്ക് ഓഫ് ഫയറിലുണ്ട്. മനസ്സിലായല്ലോ? രോഗസൗഖ്യത്തിന് ഉതകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ നേഷൻസിന് എത്നെ അല്ലെങ്കിൽ എത്നോസ് എന്നുള്ള വേർഡാണ്. അതിൻ്റെ അർത്ഥം പൊളിറ്റിക്കൽ നേഷൻസ് അല്ല. ദേ ആർ ഡിഫറെൻറ്റ് പീപ്പിൾ ഗ്രൂപ്പ്സ്, റേസസ് ആൻഡ് ട്രൈബ്സ് റെഡീംഡ് ഫ്രം ദി എർത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അവിടെ ഇതിന് പറയാൻ കാരണം ദർ ഈസ് ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി. എവിടെ? സ്വർഗത്തിൽ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി പറയുന്നത്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജാതികളുള്ളത്. പക്ഷേ സ്വർഗത്തിലുള്ള അത്രയില്ല. എല്ലാ ജാതികളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, വംശത്തിൽ നിന്നുള്ളവർ അവിടെ എത്തി. ഒരു ഹല്ലേലൂയ പറ. അവിടെ ഹീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ഹീലിംഗ് എന്ന അർത്ഥത്തിലല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ഹീലിങ്ങിന് വേണ്ടി അവിടെ ഒന്നും ചെയ്യേണ്ട. രോഗസൗഖ്യം അവിടെ സിക്നെസ് ഇല്ല, അല്ലേ? അതൊന്നുമില്ല. പക്ഷേ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം അവിടെ ഹീലിംഗ് എന്നതിൻ്റെ തെറാപ്പിയ എന്നുള്ളൊരു വേർഡാണ്. അതിൽ നിന്ന് തെറാപ്പി ഒക്കെ വരുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ഹെൽത്ത് ഗിവിങ്, ലൈഫ് സസ്റ്റെയിനിങ് ഓർ പ്രിസർവിങ് ഹോൾനെസ് എന്നേ അർത്ഥമുള്ളൂ. നമ്മുടെ കൂടുതൽ ലൈഫ് നിലനിർത്തി കൊണ്ടുപോകുന്നു. അതല്ലാതെ രോഗിയായി, ചിലർക്ക് അപസ്മാരം വന്നു, ആസ്മ വന്നു, ഈ പരിപാടികളൊന്നും അവിടെയില്ല. ഇറ്റ് ഈസ് മെയിൻലി ദ ഫ്രൂട്ട് ഈസ് ഈറ്റൻ ഫോർ എൻജോയ്മെൻറ്റ്, നോട്ട് ഫോർ ജീവൻ നിലനിർത്താനുള്ള ഒരു രീതിയിലല്ല. പിന്നെന്താണ്? എൻജോയ്മെൻ്റ് ആണ് മെയിൻ. ഇറ്റ് ഈസ് ലൈഫ് ഗിവിങ്, മോർ ആൻഡ് മോർ ലൈഫ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു കാര്യം കൂടി അവിടെ പറയുന്നത് ഇതാണ്. ഈ സിറ്റി ഉണ്ടല്ലോ, ഈ വ്യൂ, ഞാനത് ആധികാരികമായിട്ട് പറയുമല്ല,
ബ്രൈഡ് ഈസ് ഹൗസ്ഡ് ഓർ ബ്രൈഡ് ഈസ് അക്കോമഡേറ്റഡ് ഇൻ ദ സിറ്റി. എന്നാൽ അത് കൂടാതെ കുറേ പേരില്ലേ സഹസ്രാബ്ദത്തിൽ നിന്ന് വന്നവർ, അവരൊന്നും ബ്രൈഡായിട്ട് കൂട്ടാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അവരും എല്ലാം എന്ത് കാണാം, ഒരുപക്ഷെ ഈ സിറ്റി ഗേറ്റിന് വെളിയിലും പോപ്പുലേഷൻ കാണാം. ജസ്റ്റ് എ ഗസ് വർക്ക്, ജസ്റ്റ് എ ഗസ് വർക്ക്. ബ്രൈഡാണ് എവിടെയുള്ളത്, ഇതിനകത്തുള്ളത്. പക്ഷേ ഈ പുറത്തുള്ളത് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരോ അവിശ്വാസികളോ അങ്ങനത്തെ ഒന്നുമല്ല. സഹസ്രാബ്ദ വാഴ്ചയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന റിസറക്റ്റഡ് ആയിട്ടുള്ളവരും ഇവിടെ കാണാം. ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നത് നക്ഷത്രത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്, തേജസ്സിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നോക്കുമ്പോഴേ കുറേ നക്ഷത്രം, അങ്ങനെയല്ല, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്രൈറ്റ്നെസ്സിനും കളറിനും എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇതുപോലെ ഉയർത്തെഴുന്നേറ്റവർക്കും ഗ്ലോറിയിൽ വ്യത്യാസം ഉണ്ടാകും എന്നൊരു സൂചന അവിടെ കിടപ്പുണ്ട്. എല്ലാവരും ഒരേ ലെവലിലായിരിക്കണമെന്നില്ല. ഇഷ്ടപ്പെടാത്തതുപോലെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ കിടപ്പുണ്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഒന്നും അവിടെ ചെന്ന് നമുക്ക് കാണാം അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നരകത്തിലും അതുകൊണ്ടെന്നറിയാമോ? കോരസീനെ നിനക്ക് ഹാകഷ്ട്, ബത്സേദേ ഹാകഷ്ട്, കഫർനഹൂമേ ഹാകഷ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോദോമിന് ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ശിക്ഷയിൽ പോലും ന്യായവിധി പോലും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ടെന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തിലും അങ്ങനെയുള്ള, അതിൻ്റെ അർത്ഥം കണ്ണുകടി, അസൂയ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അവന് 2 കിരീടം മുത്ത് കൂടുതലാണ്, എനിക്ക് തന്നില്ലല്ലോ അങ്ങനത്തെ വാശി, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ബിക്കോസ് യു ആർ നോട്ട് പ്യുവർ. പക്ഷേ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, കിരീടത്തിൽ വ്യത്യാസമില്ലേ, ഇതൊക്കെ കാണും. ഹല്ലേലൂയ. ഇനി നമുക്ക് എന്താ പറയേണ്ടത്, ഈ പെട്ടെന്ന് അതിലേക്ക് പോയതിന് മുമ്പ് പെട്ടെന്നൊന്ന് പറയാൻ, ജോൺ മിൽട്ടൺ എന്നൊരു പോയറ്റിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഹി വാസ് എ റാഡിക്കൽ പ്യൂരിറ്റൻ ഇൻ ഇംഗ്ലണ്ട്. പ്യൂരിറ്റൻസ് മൂവ്മെൻറ്റ് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം 59-ാമത്തെ വയസ്സിൽ ഹി റോട്ട് എ പോയം കോൾഡ് പാരഡൈസ് ലോസ്റ്റ്. അതിലാണ് സാത്താൻ വീഴുന്നതും ആദമിനെ ഹവ്വയെ പറ്റിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എപ്പോഴാണെന്നറിയാമോ? ഹി ബിക്കേം എ പൊളിറ്റിക്കൽ ഫെയിലിയർ ആൻഡ് ടോട്ടലി ബ്ലൈൻഡ്. 2 കണ്ണും കുരുടായിപ്പോയി, അന്ധനായിപ്പോയി ആ സമയത്ത്. ദെൻ 63 ആയപ്പോഴേക്കും അദ്ദേഹം അടുത്ത പോയം എഴുതി, പാരഡൈസ് റീഗെയിൻഡ്. അതിലാണ് എങ്ങനെ കർത്താവ് ഇവിടെ വന്ന് തിരിച്ച് നമ്മളെ കൊണ്ടുപോകാം. ആക്ച്വലി ചാപ്റ്റർ 22 ഈസ് പാരഡൈസ് റീഗെയിൻഡ്. അന്നത്തെ ഏദൻ അല്ലെങ്കിൽ അന്നത്തെ പറുദീസ തിരിച്ചു വന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അന്ന് ആദവും ഹവ്വയും ജീവിച്ച പറുദീസയേക്കാൾ അപ്ഗ്രേഡഡ് വേർഷനാണ് ഇത്. അത് എത്ര പേർക്കറിയാം? അത് അതുപോലെ തന്നെ റെസ്റ്റോറി അല്ല ഇതിരിക്കും, അതിനേക്കാൾ അപ്ഗ്രേഡ്. ഉദാഹരണത്തിന് ജസ്റ്റ് എ സിമ്പിൾ എക്സാമ്പിൾ, അന്നൊരു ഈവനിങ് വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എങ്ങനെയാ? ഉറക്കെ ഇപ്പം എങ്ങനെയാ? സ്ഥിരവാസമാണ്, ഒരുമിച്ച് താമസിക്കുമോ? അതൊന്നും ആദമിനുണ്ടായിരുന്നില്ല. അപ്പം അതിനേക്കാൾ എല്ലാം കൊണ്ടും സിറ്റി, അന്ന് സിറ്റി ഉണ്ടോ? കുറേ മരമുണ്ട്, ഫ്രൂട്ട് ട്രീസ് ഉണ്ട്, അതല്ലാതെ വസ്ത്രമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. അതൊന്നുമല്ല, ഭയങ്കരമായ ഡ്രസ്സുമൊക്കെ ഇട്ട് ഭയങ്കര റോയൽ ഇതിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആമേൻ. ഓക്കെ, സെഗ്മെൻറ്റ് നമ്പർ 2 പെട്ടെന്ന് പോവാം. Curse is removed and God's throne is present. Chapter 22, verse number 3 to 5. ശാപം മാറിപ്പോകുന്നു, ദൈവത്തിന്റെ സിംഹാസനം സ്ഥാപിതമാകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ വെറുതെ ഇവിടെ താമസിക്കില്ല, എല്ലാവരും അതിനകത്ത് എന്താണ്? രാജാക്കന്മാരായിരിക്കും. ഒരു റോയൽറ്റി ആയിരിക്കും. അടുത്ത ആൾ പറയും, യു ആർ എ റോയൽറ്റി. ഇപ്പോഴേ ആ റോയൽ ബ്ലഡൊക്കെ നമ്മളിവിടെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ദ ത്രോൺ ഓഫ് ദ ഫാദർ ആൻഡ് ദ ലാം. ദാറ്റ് മീൻസ് രണ്ടുപേരും കൂടെ ഒരു സിംഹാസനമുള്ളൂ, 2 സിംഹാസനമില്ല.
സിംഗുലർ ഇതിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഒരേ സമയം അവർ സെർവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയം സെർവൻസും ആയിരിക്കും, കിങ്സും ആയിരിക്കും. ഹലോ, ഒരേ സമയം നമ്മളവിടെ ആയിരിക്കും, കർത്താവിനെ സേവിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. എൻ്റെ ചെറുപ്പത്തിലുള്ളത് 24 മണിക്കൂറും ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഈ സറാഫുകളൊക്കെ ഇങ്ങനെ ആരാധിക്കുന്നില്ല, ഇത് തന്നെ അവിടെ ചെന്ന പരിപാടി. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് കുറേ പിള്ളേർക്ക് അവിടെ പോകുന്നത് ഇഷ്ടമല്ല, ബോറിങ്. ഏത് നേരവും പിന്നെ പ്രാർത്ഥനയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വെച്ചാൽ ഈ കൈയടിച്ച് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണമെന്ന് ചിലർ. നോ, there will be work, there will be lot of creativity. പട്ടണങ്ങൾ ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, പഠിക്കാനുണ്ട്. ഹെവൻ വിൽ ബി എ പ്ലേസ് ഓഫ് ലേണിംഗ്. ഇനി ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പഠിക്കാൻ പറ്റത്തൊക്കെ അവിടെ പോയി പഠിക്കാം. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹല്ലേലൂയ. എന്നാൽ there will be no toil. കഠിനാധ്വാനമില്ല, വിയർപ്പില്ല. പ്രത്യേകിച്ച് സൂര്യനില്ലല്ലോ. ഒരു കാര്യം എല്ലാവരോടും പറയുക, അവിടെ സൺസ്ട്രോക്ക് ഇല്ല, സൺബേൺ ഇല്ല, സൺസ്ക്രീൻ വേണ്ട. ഒരു ഹല്ലേലൂയ പറ. അതൊന്നും തേച്ചുകൊണ്ട് നടക്കണ്ട, സൂര്യനില്ല അവിടെ. പിന്നെ എന്താണ്, കർത്താവിൻ്റെ ഗ്ലോറി വേവ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. വാവ്, അതിൽ സകലവും റെഡി ആയിക്കൊണ്ടിരിക്കുക. എവ്രി സെക്കൻഡ്, എവ്രി മൊമെൻറ്റ് യു ആർ റിഫ്രഷ്ഡ്. ബോറിംഗ് ഇല്ല, ഡിപ്രഷൻ ഇല്ല, ഗ്ലൂമില്ല, ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇതിങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. ഇടയ്ക്ക് പോയി കഴിക്കുക, എന്താ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കും, വെള്ളം കുടിക്കുക, അതെന്താ നദി ഒഴുകുന്നുണ്ട്, നീന്തി കുളിക്കാം. അടുത്ത ആളോട് ചോദിക്കുക, ഇതൊക്കെ വല്ല വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. കേട്ടോണ്ടിരിക്കുന്നതല്ലാതെ വല്ലതും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നെറ്റിയിൽ എഴുതിയിരിക്കുന്ന കാര്യം പറഞ്ഞു, ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഗോഡ്സ് നെയിം ഓൺ ദ ഫോർഹെഡ്സ്. അവിടെ നമ്മൾ കണ്ടത് പിശാച് ഇവിടെ മാർക്കിട്ട് കൊടുത്തു. പക്ഷേ ഇവിടെ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്തതാണ്, ഇൻസ്ക്രിപ്ഷനാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യെസ്, നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. നമ്പർ 3, ഫൈനൽ വേർഡ്സ് ഓഫ് ദി ഏഞ്ചൽ, ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ. ദൂതന്റെ അവസാന വാക്കുകൾ 6 and 7. വിശ്വസ്തനും സത്യവാനും. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അവിടെ 6-ാമത്തെ വചനത്തിൽ ഒരു കാര്യം ഞാൻ മാർക്ക് ചെയ്തത്, ദ ലോർഡ് ദ ഗോഡ് ഹു ഇൻസ്പയർസ് ദ പ്രോഫറ്റ്സ്. പ്രവാചകന്മാർക്ക് പ്രചോദനം നൽകിയ അതേ കർത്താവ് സെൻഡ് ഹിസ് ഏഞ്ചൽ ടു ഷോ ഹിസ് സെർവൻസ് ദ തിങ്സ് ദാറ്റ് മസ്റ്റ് സൂൺ ടേക്ക് പ്ലേസ്. എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളായി നിരവധി അബ്രഹാമിന് ഒരു വിഷൻ കിട്ടി. എന്താണ്? ഒരു സിറ്റി വരാൻ പോകുന്നു. പറഞ്ഞേ, ഒരു സിറ്റി വരാൻ പോകുന്നു. വന്നു. ആമേൻ. ഓരോരുത്തർക്കും കിട്ടി. എഹെസ്കേലിന് കിട്ടി, യെശയ്യാവിന് കിട്ടി, ദാനിയേലിന് കിട്ടി. അത് ഇൻസ്പയർ ചെയ്ത അതേ ആത്മാവാണ് ഒരു ദൂതനെ അയച്ച് എനിക്കിത് കാണിച്ചു തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി? ഇതെല്ലാം തമ്മിലൊരു സീക്വൻസ് ഉണ്ട്, കണക്ഷനുണ്ട്. ദിസ് ഈസ് എ സെയിം സ്പിരിറ്റ്, ദ സെയിം റെവലേഷൻ. പ്രൈസ് ഗോഡ്. എന്നിട്ട് കർത്താവ് പറയാ, ലുക്ക്, ഐ എം കമ്മിങ് സൂൺ. ഞാനിതാ വേഗം വരുന്നു. ഐ എം കമ്മിങ് സൂൺ. അപ്പോൾ ഈ ഉറപ്പിക്കുവാണ് വീണ്ടും വീണ്ടും ഇത് വിശ്വസിച്ച് എല്ലാവരും ഒരുങ്ങണം. ഇവിടെ എന്ത് ടഫ്നെസ് ഉണ്ടെങ്കിലും ഒരുങ്ങണം എന്നീ പറയുന്നത്. നമ്പർ 4, ജോൺസ് റെസ്പോൺസ് ആൻഡ് ദി വാർണിംഗ് അഗെയിൻസ്റ്റ് വർഷിപ്പിംഗ് ഏഞ്ചൽസ്. യോഹന്നാന്റെ പ്രതികരണവും ദൂതന്മാരെ ആരാധിക്കുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പും. വായിച്ചോളൂ. 8 and 9. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അവിടെ തുടങ്ങുന്നത് ഐ ജോൺ എന്ന് പറഞ്ഞു, ഞാൻ യോഹന്നാൻ. യോഹന്നാൻ്റെ സുവിശേഷം വേറെ സ്ഥലങ്ങളിലൊന്നും അത്ര ഇടുന്നില്ല. ഞാൻ സാക്ഷിയാണ്, ഞാൻ കണ്ടതാണ്, ഞാനാ പറയുന്നത്, വിശ്വസിക്കുക. ഒത്തിരി പ്രാവശ്യം ഇത് എംഫസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതതുപോലെ തന്നെ
പലരും മാറ്റിവെക്കും. ഇതൊക്കെ എന്ത് വല്ല സ്വപ്നം കണ്ടതായിരിക്കും, വല്ല ഹാലുസിനേഷൻസ് ആയിരിക്കും, ഇമാജിനേഷൻ ആയിരിക്കും. അല്ല, പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത അതേ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ജോൺ, ഐ ആം എ വിറ്റ്നസ്, ഐ ടെസ്റ്റിഫൈ, ഐ വൗച്ച്, ദിസ് ഇസ് ട്രൂ. കർത്താവ് പറഞ്ഞു, ഞാനിതാ വേഗം വരുന്നു. 7 പ്രാവശ്യം കുറേ പ്രാവശ്യം അത് പറഞ്ഞിട്ട് അതിലൊന്നാണ്. നമ്പർ 5, എ കോൾ ടു കീപ് ദ പ്രോഫസി ഓപ്പൺ ആൻഡ് അർജൻറ്റ്. പ്രവചനം തുറന്നു വയ്ക്കാനും തിടുക്കത്തിനുമുള്ള ആഹ്വാനം. 10 and 11. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇത് വായിച്ച ഒരാൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന അനീതി ഇതുള്ള ഞാൻ പോവാണ്. അനീതിയെ ആ അർത്ഥത്തിലല്ല, വാർണിംഗ്. ഈ പ്രവചനമുള്ള മുദ്രയിടരുത്. ഡാനിയലിൻ്റെ പ്രവചനം 12:4 പറഞ്ഞ് മുദ്രയിട്ടേക്കാൻ പറഞ്ഞു. കാരണം ഇനിയുള്ള തലമുറകൾ മനസ്സിലാക്കാറായിട്ടില്ല, ടൈം ആയിട്ടില്ല. മുദ്രയിട്ടേക്കാൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞ് മുദ്രയിടരുത്. ദിസ് ഈസ് ഓപ്പൺ, ഇറ്റ് ഷുഡ് ബി ഓപ്പൺ. ഒരു സന്ദേശം ഞാൻ പറഞ്ഞോട്ടെ, ഇത് തുറന്നു കിടക്കുക, അടയ്ക്കരുത്. അർത്ഥം യോഹന്നാനോട് പറയുകയാണ്, ഇത് മുദ്രയിടരുത്, ലെറ്റ് ഇറ്റ് ബി ഓപ്പൺ. ഇൻ അതർ വേർഡ്സ്, എല്ലാവരെയും ഇത് അറിയിക്കണം. ഞാൻ ഇത്തിരി ഗൗരവത്തിലാണ് പറയുന്നത്. ഈ 14 ദിവസങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ഗ്രഹിപ്പിച്ചത് അടച്ചു വെക്കരുത്, തുറക്കണം. ലെറ്റ് ഇറ്റ് ബി ഓപ്പൺ, എല്ലാവരും അറിയട്ടെ. ശരിക്കും ഈ സത്യങ്ങൾ അറിഞ്ഞാൽ മനുഷ്യർ ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിക്കുമോ? അവരൊരുങ്ങില്ലേ? അറിയാത്തത് കൊണ്ടല്ലേ അന്ധതമസിൽ ജീവിക്കുന്നത്. അറിഞ്ഞവരുടെ ഉത്തരവാദിത്വം എന്താണ്? Be a light to them, be a guide to them, be a prophet to them. Number 6, Jesus declares his soon return and eternal rewards. യേശു താൻ വേഗം വരുമെന്നും നിത്യപ്രതിഫലത്തെക്കുറിച്ചും പറയുന്നു. 22:12 മുതൽ 16 വരെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. Wait, my reward is with me and I will give to each person. എന്നെ നോക്ക്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് കളക്റ്റീവായിട്ടല്ല. ഇപ്പം നമ്മളിപ്പോൾ ചില സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ടീമിന് മൊത്തം കൊടുക്കും ഒരു കേക്ക്, പിന്നെ അവർ വെട്ടിപ്പൊളിച്ച് അത് അവരുടെ ജോലി. അങ്ങനത്തെ പരിപാടിയല്ല. ഈച്ച് പേഴ്സൺ, ഓരോരുത്തർക്കും കൊടുക്കും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഇത് കാണുന്നവർക്ക്, കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേല ചെയ്യുന്ന, സുവിശേഷം പറയുന്ന, സാക്ഷ്യം പറയുന്ന, അവന് വേണ്ടി കൊടുക്കുന്ന, എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ പ്രതിഫലവുമായിട്ടാണ് അവൻ വരുന്നത്. വെറും കൈയോടെ നിന്റെ പിതാവ് വരികയില്ല. ശക്തിയോടെ കൈകളടിച്ച് ഹല്ലേലൂയ. ഞാൻ കൂടെ പറയുന്നൊരു കാര്യമാണ്, ദ എൻറ്റയർ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ സിസ്റ്റം കോൾഡ് റിവാർഡ് സിസ്റ്റം. എല്ലാത്തിനും പ്രതിഫലമാണ്. എന്ത് ചെയ്താലും പ്രതിഫലം. ഇവിടെ ഇരുന്നതിന് പ്രതിഫലം ഉണ്ടെന്ന്, വായിച്ച പ്രതിഫലം, പറഞ്ഞ പ്രതിഫലം, അനുസരിച്ചാൽ ഏറ്റവും വലിയ പ്രതിഫലം. വായിച്ചോളൂ, തുടർന്ന് വായിക്കാം. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും. I am the Alpha and the Omega, the first and the last. വായിക്കേ. ആദിയും അന്തവുമാകുന്നു. The beginning and the end. Okay. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം എന്താണ്? ലൈഫ്. നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുവാണെങ്കിൽ ഇവിടെ നോക്കി കൂപ്പുകളോടെ പറയാം, നമ്മളെല്ലാവരും ഇനിയുള്ള ബാക്കിയുള്ള ലൈഫ്, ഇനിയുള്ള ജീവിതം കഴുകാനുള്ള സമയമാണ്, ക്ലീനിങ്ങിനുള്ള സമയമാണ്. ജീവിതം ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് ഒരു ഗൗണൊക്കെ നന്നായിട്ട് കറയൊക്കെ കളഞ്ഞ് വൈറ്റൊക്കെ ആക്കി നല്ല അയൺ ചെയ്തൊക്കെ റെഡിയാക്കുന്ന പോലെ ലൈഫിനെ ക്ലീനാക്കാനുള്ള സമയമാണ്. കാരണം ശുഭ്രവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം
ധരിച്ചുകൊണ്ടാണ് മണവാട്ടി നിൽക്കുന്ന കറാച്ചുളുക്കം മാലിന്യം വാട്ടമില്ല. അടുത്തത് വായിക്കാം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അവിടെ വേറെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇവരൊക്കെ പുറത്ത്. ഓക്കെ. യേശു എന്ന ഞാൻ, അവിടെ ഇംഗ്ലീഷിൽ ഐ ജീസസ്, ഒരിക്കൽ പോലും സുവിശേഷത്തിലോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, ഒറ്റ പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ ഐ ജീസസ്. ഇതിനു മുമ്പ് ഐ ജോൺ. രണ്ടുപേരുടെ സാക്ഷ്യത്തിലെല്ലാം ഉറപ്പായി. എന്താ എൻ്റെ സാരാംശം എന്നറിയാമോ? യോഹന്നാൻ കണ്ട ഈ വെളിപാട് ദർശനം നിങ്ങൾ അവിശ്വസിക്കരുത്, ഇത് സത്യമാണ്. ഐ ജോൺ, ഐ ജീസസ്. വായിക്കും ബാക്കി. ഞാൻ യേശു എന്ന ഞാൻ ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ഹല്ലേലൂയ. വിസ്താര ഭയത്താൽ വിട്ടുകളയുന്നു ചിലരൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, വിടുകയാണ്. നമ്പർ 7, the last one, the final invitation, warning and benediction. അവസാന ക്ഷണം, മുന്നറിയിപ്പ്, ആശീർവാദം. വായിക്കാം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. എല്ലാവരും എന്ന് പറഞ്ഞു വരിക. വരിക. കൈ ഇങ്ങനെ കാണിച്ചു വരിക. വരിക. ആരൊക്കെ കൂടിയാ ഒത്തുകളി? ആത്മാവും മണവാട്ടി ഒരുമിച്ച് ചേർന്ന് പറയുന്നു വരിക. പരിശുദ്ധാത്മ പറയുന്നു വരിക. സഭ പറയുന്നു വരിക. കാന്ത പറയുന്നു വരിക. മണവാട്ടി പറയുന്നു വരിക, വരിക, വരിക. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇതാണ് നമ്മുടെ ജോലി. ഇനിയുള്ള സമയത്ത് വാ, കം കം. സ്റ്റേഡിയത്തിൽ മീറ്റിംഗ് വാ, ബ്ലെസ്സിംഗ് ഗ്രൂപ്പിലേക്ക് വാ, സൺഡേ മീറ്റിംഗ് വാ വാ. വായിക്കേ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ വരട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. എല്ലാ ബാധയും ബോണസായിട്ട് കിട്ടും. പിന്നെ ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. Adding to the word is legalism. Subtracting from the word is liberalism. Yes. അതായത് പറഞ്ഞു വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഡ് ചെയ്ത് ലീഗലിസത്തിലേക്ക് പോകും. ഇതാണ് പഴയ നിയമത്തിൽ പരീശന്മാർക്കും അവർക്കെല്ലാവർക്കും പറ്റിയത്. ഒന്നുമില്ലാത്ത കുറേ സാധനങ്ങൾ, കൂടുതൽ സാധനങ്ങൾ പൊല്ലാപ്പുകളാക്കി കൊണ്ടുവന്ന് അതിനെ ലീഗലിസമാക്കി മാറ്റി. എന്നാൽ എടുത്തു കളഞ്ഞാൽ ദാറ്റ് ഈസ് ലിബറലിസം. അങ്ങനെയൊന്നുമില്ലെന്നേ. ഇതൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലതേ. അത് കുഴപ്പമില്ല. ദാറ്റ് ഈസ് ലിബറലിസം. താഴേക്ക് വായിക്കാം. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. എല്ലാവരും ഉറക്കെ പറയാം. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. Verse number 21, last verse. എല്ലാവരും ചേർന്ന് വായിക്കാമോ? എല്ലാവരും ചേർന്ന് വായിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പഴയ നിയമം അവസാനിക്കുന്ന ഒരു ശാപത്തിലാണ്. മലാഖി 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ ഒരു വലിയ ശാപം പറഞ്ഞാണ് അവസാനിക്കുന്നത്. എന്നാൽ പുതിയ നിയമം അവസാനിക്കുന്നത് അനുഗ്രഹത്തിലാണ്, ഗ്രേസിലാണ്. പഴയ നിയമത്തിൽ ആദ്യമായി കാണുന്ന പേര് ദൈവത്തിൻ്റെ പേരാണ്. ഉൽപ്പത്തി പുസ്തകം 1:1. എന്നാൽ പഴയ നിയമത്തിൽ ബൈബിൾ അവസാനിക്കുന്നത് യേശുവിൻ്റെ പേരിലാണ്. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിൽ ഏറ്റവും ആദ്യം കാണുന്ന ഹ്യൂമൻ നെയിം ആദാമിൻ്റെ പേരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഏറ്റവും അവസാനം കാണുന്ന മനുഷ്യൻ്റെ പേര് ദാവീദിൻ്റെ പേരാണ്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു ദാവീദിൻ്റെ പേരും. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശക്തിയോട് ഏറ്റവും അവസാനമായി
we are going to watch that story video once again. Are you okay? Very quick. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതൊരു കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടുള്ള, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ള കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചിലേക്ക് വെച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ഇതുവരെ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്തവരുണ്ടെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങൊരുക്കി വെച്ചിട്ടുള്ള മഹത്തായ കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. യേശുവേ, അങ്ങൻ്റെ ആത്മമണവാളനാണ്, അങ്ങൻ്റെ കർത്താവാണ്, ദൈവമാണ്, രക്ഷകനാണ്. അങ്ങേയ്ക്കായി ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. കൈകൾ ശക്തിയോടടിച്ച് ഹല്ലേലൂയ. എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്രീഷിയേറ്റ് യുവർ ടൈം ആൻഡ് യുവർ ഡെഡിക്കേഷൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.